അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. നിങ്ങൾ എന്താ ഇവിടെ? പോലീസിനെ കണ്ടിറങ്ങി ഓടിയത് അതെനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? കറക്റ്റായിട്ട് അറിയോ? എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. അല്ല, ജാമ്യത്തിന് വിടൂ. വൈദ്യപരിശോധന കൊടുത്തിട്ടുണ്ട്. ജാമ്യത്തിന് വിടൂ. മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ജാമ്യത്തിന് വിടുന്നു. ഉറപ്പാണോ? ഓക്കെ, എല്ലാം അറിയാമോ? വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ചേട്ടനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരാൻ വന്നതാണ്. ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ, കൊണ്ടുപോയിട്ടുണ്ടാവായിരിക്കാം. എന്തേ? എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ചേട്ടനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയോ? എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. അത് ഇവിടെയല്ല, പാലക്കാടാ, മനോമിത്ര. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റും. എന്നിട്ട് എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്. ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത്. സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈന്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ വെച്ചിട്ട് തരാറില്ല. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് തൊലടാ. ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ലേ? ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ന്യൂസ് കാണുന്ന ആളല്ലേ ഇപ്പോഴും റെഗുലർ ആയിട്ട്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും. ന്യൂസ് അധികം കാണാറില്ല ഇപ്പോ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ല ഇപ്പോ. കേബിൾ ടി വി കട്ട് ചെയ്തു. അപ്പൻ സാമ്പത്തിക ഞെരുക്കം കാരണം കട്ട് ചെയ്തു. അപ്പൊ ഞാൻ ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടണം നല്ലതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അല്ലേ? ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനാണ്. ചേട്ടനെ എടുക്കാൻ എത്തിയതാണ്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ ആരാ മണ്ടൻ?